ഷലോം, നെറീന ഫ്രാൻസിസ് യെരൂശലേമിൽ നിന്നും. എൻ്റെ പ്രിയ സഹോദരങ്ങളെയും, ഇപ്പോഴത്തെ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഷേവ് റഫ എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്യാമ്പയിൻ നടക്കുന്നത് തന്നെ. ഷേവ് പാലസ്തീൻ എന്ന് പറഞ്ഞ് ഇസ്രായേൽ പാലസ്തീന് ഷേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഷേവ് ഗസ എന്ന് പറഞ്ഞ് ഇസ്രായേൽ ഗാസയും ഷേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഷേവ് റഫ എന്ന് പറഞ്ഞു മിക്കവാറും റാഫേനെയും കൂടി എന്ത് ചെയ്യും, ഇസ്രായേൽ ഷേവ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഷേവെല്ലാം കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്തിനെ ചൊല്ലിയായിരിക്കും ഇനി ഷേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇവരൊക്കെ? കൂറിക്ക് വേണ്ടിയായിരുന്നു കരയണ്ടേ? ഞാൻ അറിയാണ്ട് ചോദിക്കുക, കൂറികളൊന്നും മനുഷ്യ സ്ത്രീകളൊന്നും അല്ലേ? അവിടെ കൂറികൾ സമരം ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദുൽഖറിന്റെ ഷേവ് റഫ ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ ഇപ്പോൾ കുറച്ച് ലൈവിൽ ഇപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് നിങ്ങൾ നോക്കുമ്പോൾ എപ്പോഴൊക്കെയുള്ള റീല് ബസ്സിലാണല്ലോ എന്നായിരിക്കും ചിന്തിക്കുന്നത്. യാത്രക്കിടയിലാണെങ്കിൽ പോലും ഞാൻ നിങ്ങളെ ഓർക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. യാത്രക്കിടയിൽ ഇരുന്നുകൊണ്ട് പോലും നിങ്ങളെ ഓർക്കുന്നു, നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണല്ലോ. ഓക്കെ, അപ്പോൾ ഇസ്രായേലിൻ്റെ കൊടിയൊക്കെ ഒന്ന് കാണിച്ചു പോകണം. വാ 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 കണ്ണി വാ 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 പൊന്നി വാ 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 പൊന്നി വായി കണ്ണമ്മ ആ വാ വാ. ഓക്കെ, അപ്പോൾ ദുൽഖറിന്റെ ഷേവ് റഫ ഇറങ്ങിയിട്ടുണ്ട്. എന്തേ ദുൽഖറിന്റെ ഹൂറിമാരെ ഒന്നും രക്ഷിക്കണ്ടേ? ഈ ഷേവ് റഫയ്ക്ക് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഹൂറികൾക്ക് വേണ്ടി കാല് കരയും. ഹൂറികളൊക്കെ അവിടെ ഭയങ്കര കരച്ചില്ല. ഞാൻ ഇസ്രായേൽ ഫ്ലാഗ് പറക്കുന്നതിന്റെ ഒരു സൗന്ദര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്നാ ഭംഗിയാണ് ഇസ്രായേലിന്റെ ഫ്ലാഗ് നേരത്തി വെച്ചിരിക്കുക. ഇതാണ് ഇസ്രായേലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇസ്രായേലിന് മോസസ് എലീജ മനസ്സിലായില്ല. അപ്പോൾ ദുൽഖറിന്റെ ഷേവ് ഗാസ ഇറങ്ങി, ഷേവ് റഫ, ഷേവ് പലസ്തീൻ പറഞ്ഞ് ഇസ്രായേൽ പലസ്തീനെ ഷേവ് ചെയ്ത് ഏകദേശം കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഷേവ് ഗാസ എന്ന് കരഞ്ഞ് ഗാസേനെയും ഏകദേശം ഷേവ് ചെയ്ത് റഫ വരെയും കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ റഫയും കൂടി ഷേവ് ചെയ്ത് കരയനെ അടങ്ങത്തോളെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ഷേവ് ചെയ്ത് കൊടുക്കാൻ ഇസ്രായേലിന് ഒരു മടിയുമില്ല. ഇസ്രായേൽ അത് ചെയ്ത് കൊടുത്തോളും. കാരണം ഇങ്ങനെ കരയുന്നവരൊക്കെ കരച്ചിൽ തീർത്ത് കൊടുക്കേണ്ട ഇസ്രായേലിൻ്റെ ഒരു ആവശ്യവും കൂടിയല്ലേ. സാധാരണഗതിക്ക് ഞാൻ യെരൂശലേമിലുണ്ട്. യെരൂശലേം കണ്ടില്ലേ നിങ്ങൾ? യെരൂശലേം 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 യെരൂശലേം. അപ്പോൾ ചേച്ചി നയോമിയെ ഓർക്കുന്നുണ്ടോ? നയോമി ഓർമ്മയില്ല മക്കളെ. സ്ലിഹ, സോറി. സങ്കീർത്തനം 121 പാടാമല്ലോ. ഞാൻ പുറത്തിറങ്ങിയിട്ട് പാടാവേ. ഞാൻ പാടിയിട്ട് ഈ ബസ്സിരിക്കുന്നത് ഇറങ്ങി ഓടാം. ശലോം. ഞാൻ തെളിവിൽ പോയി തിരിച്ച് യെരൂശലേമിലെത്തി കേട്ടോ. യെരൂശലേമിൽ പോയി വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. എന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അടുത്ത ബസ്സിനകത്തോട്ടിരിക്കുന്നത്. ഇവിടുത്തെ പിന്നെ ബസ് യാത്ര ഭയങ്കര സുഖകരമായൊരു യാത്രയാട്ടോ. നമുക്കൊരു കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു യാത്ര തന്നെയാണ് ആക്ച്വലി ഇസ്രായേലിൻ്റെ ബസ് യാത്ര എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ ചോദിക്കുന്നതാണ്, എന്താണ് ജാക്സൺ ശീലമിൽ താങ്കൾ ഇന്നലെ ചോദിച്ച കാര്യം? ചേച്ചി എവിടേക്കാണ്? ചേച്ചി പോകുന്ന വഴികളെല്ലാം ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ എവിടേക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഞാൻ ആക്ച്വലി യെരൂശലേമിൽ എൻ്റെ പ്രധാനപ്പെട്ട നഗരത്തിൽ ആണ്. ഓക്കെ, ഞാൻ ഇന്ന് ഇപ്പോൾ ലൈവിൽ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേവ് റഫയെക്കുറിച്ച് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ദുൽഖറിൻ്റെ ഷേവ് റഫ. ദുൽഖർ റാഫയ്ക്ക് വേണ്ടി ഭയങ്കര കരച്ചിൽ.
ഓക്കെ 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 ചേച്ചി സൂമിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ലീപ്പ് പാരലൈസിനെ പറ്റിയൊക്കെ പറഞ്ഞേ. ആ അക്കൗണ്ടിൽ ചേച്ചിയെ കിട്ടുന്നില്ല, എന്നെ ബ്ലോക്ക് ചെയ്തു. ഇല്ല, ഞാൻ ബ്ലോക്ക് ചെയ്തില്ല. അത് റീജായോ എന്തോ സിസ്റ്ററിന്റെ പേരെന്താണ്? ഞാൻ കുറേ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇപ്പൊ ഓർക്കുന്നു നയോമി. മോളെ ഞാൻ ഇപ്പൊ ഓർക്കുന്നുണ്ട്. ഇപ്പൊ ഓർക്കുന്നു മുത്തേ, ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. സ്വപ്നത്തില് അതെ സ്ലീപ്പ് പാരലൈസിസിനെ കുറിച്ച് പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ പാടാൻ പറഞ്ഞായിരുന്നു ആ പാട്ട്. അയ്യോ സോറി മോനെ, ഞാനത് ഓർത്തില്ല കേട്ടോ. ഞാൻ ഇന്ന് പാടിയേക്കാം. ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ പാടിയേക്കാം കേട്ടോ. റീന ചേച്ചി നിങ്ങൾ കാണുന്നുണ്ട്, ഇതാണ് റീന ചേച്ചിയുടെ ഒറിജിനൽ. ഇന്നൊക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് വെച്ചാൽ അല്ല, പക്ഷെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഓക്കെ. അതെ നയോമിനത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ക്ലൂ ഒക്കെ തരണ്ടേ ചേച്ചിക്ക്, എന്നാലല്ലേ ഓർക്കാൻ എളുപ്പത്തിന് പറ്റത്തുള്ളൂ. അപ്പോൾ ഷേവ് ഗഷ എന്നാ ഭംഗിയാണ്. ഇതിനകത്തൊക്കെ ലൈവിൽ വരുമ്പോഴുള്ള സുഖം ഒരു ഒന്നൊന്നര സുഖം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഷേവ് റാഫയ്ക്ക് വേണ്ടി ഇപ്പോൾ ദുൽഖർ അടക്കമുള്ളവര് കരയുകയാണ്. ആ കരയുന്നവരെല്ലാം ഇസ്രായേലിനെ ഒന്ന് കാണട്ടെ. ദുൽഖറിന്റെ 72 ഹൂറിമാരെ എന്നെ റൈസി കൊണ്ടുപോയതിനാണോ ദുൽഖർ കരയുന്നേ? ഇബ്രഹാം റൈസി ദുൽഖറിന്റെ 72 ഹൂറിമാരെ നേരത്തെ അടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞിട്ടാണോ ദുൽഖറിന്റെ കരച്ചില്? ഈ സുഡാപ്പി വർഗത്തിൽപ്പെട്ട എല്ലാ ചെറ്റകളും സെലിബ്രിറ്റി സ്റ്റാറ്റസിലിരുന്നാലും ശരി, ഏത് സ്റ്റാറ്റസിലിരുന്നാലും ശരി, ഈ തീട്ടവർഗമെല്ലാം എന്നും കുന്നും എന്ത് ചെയ്യും? ഈ തീട്ടവർഗത്തിനോടേ ചേരത്തുള്ളൂ. തീട്ടത്തിനോടല്ലേ ചേരത്തുള്ളൂ. മനസ്സിലായോ? ദുൽഖർ തീട്ടം എന്ന് പറയുന്ന തീട്ടം ആ തീട്ടത്തിനോടല്ലേ ചേരത്തുള്ളൂ. വർഗം കൂറെപ്പോഴും കാണിക്കണമല്ലോ കൂട്ടങ്ങളോട്. തീട്ടം മുഹമ്മദിന്റെ കൂട്ടക്കാരും കുടുംബക്കാരും എല്ലാം ആ കൂട്ടത്തിന്റെ തീട്ട സ്വഭാവം കാണിക്കണ്ടേ? അപ്പൊ ആ ദുൽഖർ തീട്ടത്തിന്റെ സ്വഭാവവും അതല്ലേ കാണിക്കൂ. റാഫയ്ക്ക് വേണ്ടി ഷേവ് ചെയ്ത് കരയുന്ന ഈ ചെറ്റകളെയൊക്കെ എന്നാ പറയണം? കഴിവേറിക്കുണ്ടായവന്മാരെ. എനിക്ക് വരുന്ന ദേഷ്യത്തിനുണ്ടല്ലോ, ചെറ്റകളെ അടിച്ച് പഠനം തിരിപ്പിക്കണം ചെന്നായി വർഗങ്ങളെ. അവന്റെ ഭാര്യയെ കൊണ്ട് കൊടുക്കട്ടു റൈസിക്ക് കൊണ്ട്. മമ്മൂട്ടിയുടെ ഭാര്യയും മോളെയും കൊണ്ടുപോയിട്ട് ഉരിഞ്ഞിട്ട് മലത്തിയിട്ട് കൊടുക്കട്ടെ റൈസിക്ക്. ദുൽഖർ അവന്റെ ഭാര്യയും മോളെയും കൊണ്ട് കൊടുക്കട്ടെ. ഹാരിത് മഷാലിനും അതുപോലെയുള്ള ചെറ്റകൾക്കൊക്കെ കൊണ്ടുപോയി ദുൽഖറിന്റെ ഭാര്യയും മോളെയും കൊണ്ട് കൂട്ടിക്കൊടുക്കട്ടെ മലത്തിയിട്ട്. അല്ലാതെ ഇസ്രായേലിൽ കയറി വന്നിട്ട് നോണ്ടിക്കൊണ്ട് പോയിട്ട് പലസ്തീന്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ ചെറ്റ മോങ്ങാമുണ്ടല്ലോ, ഓന്റെ അണ്ടി വെട്ടിയെടുക്കണം. ഏത് ദുൽഖർ ആണെങ്കിലും ഏത് ചെറ്റയാണെങ്കിലും. ഷേവ് റാഫ പോലും ഉണ്ടാക്കി കൊടുക്കുന്ന റാഫ ദുൽഖറിന്റെ മോളെ കൊണ്ട് കൂട്ടിക്കൊടുക്കട്ടെ റൈസിക്ക് കൊണ്ടുപോയി. ഹാരിത് മഷാലിന് മലത്തി കിടത്തി കൊടുക്കട്ടെ. ദുൽഖറിന്റെ ഭാര്യയും അമ്മയും മോളെയും കൊണ്ട്, മമ്മൂട്ടിയുടെ ഭാര്യയെ കൊണ്ട് കൊടുക്കട്ടെ. അവളെ കൊണ്ടുപോയി മലത്തിയിട്ട്. ചെറ്റകള് കൂട്ടവും കുടുംബമായിട്ട് മതം നോക്കി സുഡാപ്പി പ്രകടനം നടത്തിയിട്ട് തെമ്മാടികള് നടങ്ങിയിരിക്കുക. കറങ്ങി നാട് മുടിപ്പിച്ചും നശിപ്പിച്ചും ഈ ചെറ്റവർഗത്തിന് വേണ്ടി കരയാൻ വേണ്ടിയിട്ട് അങ്ങ് കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പലസ്തീന ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന കേരളത്തിലുള്ള ഏതവന്മാരാണെങ്കിലും അവന്റെയൊക്കെ ഭാര്യമാരെ കൊണ്ടുപോയിട്ട് ഹാരിത് മഷാലിനും
ഇവിടെ വന്ന് വല്ലാത്ത സ്ലോ ആണ്, അതുകൊണ്ടാണ്. സിഗ്നൽ പോകുന്നു. അതെ അതെ അതെ, നെറ്റ്വർക്ക് കട്ടായി പോകുന്നുണ്ട്. അപ്പം കേരളത്തില് ഹമാസ്, സോറി കേട്ടോ, അല്ലെങ്കിലും കാക്കക്കൂട്ടം കരയുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. അതെ അതെ അതെ, കാക്കക്കൂട്ടങ്ങൾ കരയണമല്ലോ, കൂട്ടക്കരച്ചില്. തോതാ ഇവറ്റിങ്ങളുടെ കൂട്ടക്കരച്ചില്. സിഗ്നൽ ഒട്ടും ഇല്ലെന്നുള്ളത് എനിക്ക് മനസ്സിലായി. സിഗ്നൽ ഒട്ടായി പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. ഈ ചെറ്റകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ കുറച്ചേരം ഇരിക്കട്ടെ, ഇരുന്ന് സംസാരിച്ചിട്ടേ പോകുന്നുള്ളൂ ഇക്കാര്യം. സിഗ്നൽ പോകുന്നു ഇടയ്ക്കിടയ്ക്കല്ലേ? ഓക്കെ, ഇപ്പൊ സിഗ്നൽ ഉണ്ടോ? ഇപ്പൊ സിഗ്നൽ ഉണ്ടോ? ഇപ്പൊ സിഗ്നൽ ഉണ്ടോ പ്രിയ സഹോദരങ്ങളെ? ഓക്കെ, ഇപ്പൊ സിഗ്നൽ ഉണ്ടോ?